ഇതാ അപ്പൊ ഓടന്നെ റോട്ടിക്ക് എടാ അങ്ങട്ടാ അമ്പാടി വായോ. ഇതാ അമൃതം പൊടി പച്ചക്ക് തിന്നാ അപ്പൊ വറുത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പൊ വറുത്ത് കൊടുക്കാനായിട്ട് അപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ. കാണിച്ചു തരാം. നമുക്ക് പൊളിക്കണം. അപ്പൊ ഞാൻ അത് ചട്ടിക്ക് ഇടാൻ പോവാണ്. അമ്പാടി എങ്ങനെ ചെറുത്തത് എങ്ങനെ ചട്ടൊക്കെ എടുത്തന്റെ ഇത് സോഞ്ഞാണ് കേട്ടോ. പിന്നെ അമൃതം പൊടി വറുക്കണത് വറുത്ത് നല്ല മുരുന്നനാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ദിവസത്തിന് നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാം കേട്ടോ. കുറേ ദിവസത്തിനുണ്ടാവും. പക്ഷെ ഇതിൽ ഞാൻ ഇത് തേങ്ങ ഇട്ട് കൊടുക്കേ. ഞാൻ തേങ്ങയുടെ പോലെ ഇട്ടേ ആ മതി. അത്ര വേണ്ട ആ മതി. അങ്ങനെയല്ല അത് പോവരുത് നിലത്തേക്ക് ഞാൻ വറക്കാന്ന. അത് വറുത്ത് നല്ല മുരുന്നനാവണം. ഇതും പഞ്ചസാര ഇതൊക്കെ നയക്കുന്നതാ. അണ്ടിപ്പരിപ്പും മുന്തിരി അല്ല അണ്ടിപ്പരിപ്പും കൈയെടുക്കാതെ അടക്കണം. കരിയാൻ പറ്റൂല. ഇതിങ്ങനെ നാളെ അമ്മമ്മ വറുത്തച്ചിരുന്നല്ലോ നല്ല മുരുന്നനായിട്ട്. ഒന്ന് കാണിച്ചിട്ടുണ്ട വീഡിയോ ഇതാക്കുമ്പോ അമ്പാടിക്ക് വേണം അമൃതം പൊടി. അതിപ്പോ വിചാരിച്ചു ഞാൻ ഉരുളിയിൽ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. പൊടി തിന്നണ്ട. ഇത് വറുത്തത് തിന്നാ മതി. ഉണ്ടാക്കേ അതുകൊണ്ട് ഉണ്ടാക്കാം. പക്ഷെ ഇത് ഇങ്ങനെ വറുത്തിട്ടുണ്ടോ നമ്മളിങ്ങനെ പോയിട്ടുണ്ട രസാ. ഇങ്ങനെ വറുത്തച്ച് എന്താ അറിയോ, ഇതിങ്ങനെ പച്ചപ്പൊടി തിന്നണ്ടല്ലോ. ആ പച്ചപ്പൊടി തിന്നണത് ഇങ്ങനെ വറുത്തച്ച നല്ലതാണ്. തേങ്ങ ഇട്ട് വറുത്തിച്ച നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല മുരുന്നനാവുന്നുള്ളൂ. ഉണ്ണിയപ്പം ഉണ്ടാക്കാം, അട ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാൻ പറ്റും. ഉണ്ണിയപ്പം ഉണ്ടാക്കാം, അട ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാൻ പറ്റും. എല്ലാതും ഉണ്ടാക്കാം. കേക്ക് ഉണ്ടാക്കാം, ലഡു ഉണ്ടാക്കാം. അതെ ആരും വാങ്ങാത്തതാണ് കൊടുക്കണത്. ഒന്നല്ലേ കൈയെടുക്കാതെ ഇളക്കി അപ്പോൾ നമുക്കിത് കേക്കാരും ജീരകം ഇട്ട് കൊടുക്കട്ടെ കുറച്ച്. അത് നമുക്ക് അടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു നുള്ളു കരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. മതി. മുറി ചെറിയ മുറി, അതാ കല്ലുമ്മ ചവിട്ടിയിട്ടായതാ തോന്നുന്നുണ്ട്. മുരുന്നനായിട്ട് വരൽ തുടങ്ങിട്ടോ. നല്ല മുരുന്നനായിട്ട് നമുക്കത് പിന്നെ ഒന്ന് ചൂടാറിയിട്ട് കുപ്പിയിലാക്കി വെക്കണം. അപ്പോൾ ഇത് എന്താ പറയുക ഇരിക്കും തോറും ടേസ്റ്റ് കൊടുട്ടോ. അപ്പോൾ ഇത് അധികമൊന്നും ഉണ്ടാവില്ല. ഇതൊന്ന് വറുത്ത് വെച്ച് കഴിയുമ്പോൾ എന്നെ കഴിക്കട്ടോ. മക്കളൊക്കെ കഴിക്കും. പക്ഷെ അത്രയും നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ പൂരം വറക്കൂലേ, അങ്ങനെ പൂരം വറക്കണ പോലെ വറുത്ത് വയ്ക്കും. പിടിക്കും കുറച്ച് വിട്ട് പിടിക്കട്ടോ. ഏകദേശം ഇങ്ങനെ മൂത്ത് വരൽ തുടങ്ങിട്ടോ. കണ്ടോ കുറച്ചുകൂടി മൂക്കാണ്ട്. ഇത് അമ്മമ്മ ഉണ്ടാക്കി ചേരുന്നല്ലേ കൊഴക്കട്ടിയിട്ട്.
നല്ല സ്മെല്ലടിക്കുന്നത്. നല്ല മണം വരും. നല്ല ഉണ്ടോ? നല്ല നല്ല മണം വരുന്നുണ്ട്. നല്ല സ്മെല്ലുണ്ട്. ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ അമ്മ ഇതുകൊണ്ട് എന്തോ ഉണ്ടാക്കിയതല്ല. എൻ്റെ അമ്മമ്മ കുപ്പിയിലൊക്കെ ചേരുന്നു. ചൂടുണ്ട്. തേങ്ങ മൂത്തിട്ടുണ്ടാവില്ല. തേങ്ങ മൂത്തില്ലല്ലോ. തേങ്ങ നല്ല മൂക്കണം. അത് വരെ ഇങ്ങനെ വറുക്കണം. അമൃതം പൊടിയൊക്കെ ആയിട്ടുണ്ട്. ഇതമ്മ അപ്പോൾ ഇതാ ഞങ്ങൾ അമൃതം പൊടി വറുത്തതായിട്ടുണ്ട് കേട്ടോ. പാത്രത്തേക്ക് ഒന്ന് ചൂടാറാൻ വേണ്ടി കൊടുത്താട്ടോ. അതിലേക്ക് വേറെ പാത്രത്തേക്ക് ചൂടാറിയിട്ട് കുപ്പിയിലാക്കി വയ്ക്കാം. ഉണ്ട് ഗ്ലാസ് ഉണ്ടോ? തേങ്ങയൊക്കെ നല്ലതായില്ലേ? അത് ഇട്ടണ്ണു നല്ലോ. അത് ഇങ്ങോട്ട് നല്ല ഇങ്ങോട്ട് ഇതായിട്ട് അതിൽ കിടന്നിട്ടേ മൂത്തപ്പോൾ തേങ്ങ കടിക്കുന്നത് അറിയണില്ല. ഞാൻ തിന്നോട്ടെ. അമ്പടിക്ക് വേണ്ടേ? ഈ ചൂടാറിട്ടേ കുപ്പിയിലാക്കി വെച്ചാൽ മതി. നല്ല ചൂടാറിട്ട് വേണം ആക്കിക്കാണെങ്കിൽ പിന്നെ തണുക്കും. അങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല. അത് ചൂടാറുമ്പോൾ കുപ്പിയിലാക്കി വയ്ക്കാം. അപ്പം ഇനി സ്കൂളൊക്കെ വിട്ടുന്ന ഞങ്ങൾക്ക് ഇങ്ങനെ തിന്നും. ഞാൻ കണ്ടു. ഞാൻ എടുക്കാൻ സമ്മതിക്കണ്ടേ? സ്കൂളൊക്കെ വിട്ടു കഴിഞ്ഞാലേ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ തിന്നും. ഇനി പച്ചപ്പൊടി തിന്നണ്ടേ? അങ്ങനെ വർദ്ധിച്ചാൽ മതി. സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ നല്ല സാധനമല്ലേ? ബേക്കറി കൊണ്ടുപോകണമെങ്കിൽ നല്ലതല്ലേ ഇങ്ങനത്തെ കൊണ്ടുപോകുന്നത്? അതൊക്കെ തിന്നാൽ തടിക്കും. ഇതിൽ വെറും കടലയും അത് സോല് വെച്ചതാ.